നമുക്കറിയാം ന്യൂമറോളജിയിൽ സംഖ്യാശാസ്ത്രത്തിലെ ഏഞ്ചൽ നമ്പേഴ്സിലൊക്കെ 12, 12 എന്ന് പറയുന്ന നമ്പറിന് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് സ്പിരിച്വൽ ഗൈഡൻസും ഡിവൈൻ ഗൈഡൻസും യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജസ് അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ന്യൂമറോളജി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിവില്ല. എന്നിരുന്നാൽ പോലും ഇപ്പം അടുത്തിടെ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് പേര് ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 12, 12 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മുടെ ഇടത്തേക്കയുടെ മോതിരവിരലിൽ എഴുതി വയ്ക്കുക. നീലമഷിയോ ഏതെങ്കിലും ഒരു പെൻ കളേഴ്സ് അതിലും കൂടുതൽ അർത്ഥങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നീലമഷിക്കാണ് അധികം പേര് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ 12, 12 എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് എഴുതി വയ്ക്കുക. 21 ദിവസം എന്നും രാവിലെ ഉണർന്ന ഉടനെ എഴുതണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ചിലവർ പറയുന്നുണ്ട് ഏത് ദിവസമാണെങ്കിലും എഴുതാം എന്നൊക്കെ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. ചിലവർക്ക് 2 മണിക്കൂർ, ചിലവർക്ക് 4 ദിവസം കഴിഞ്ഞപ്പോൾ, ചിലർക്ക് 10 ദിവസത്തിനുള്ളിൽ അവർ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു, റിസൾട്ട് കിട്ടി എന്ന രീതിയിൽ ഒരുപാട് കമന്റ്സും കണ്ടു. അപ്പൊ ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. കാരണം ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അത്രയ്ക്കും വിശ്വസിക്കുന്നില്ല. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇതിലൂടെയൊക്കെ കിട്ടും. പക്ഷെ ഇതിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞൊന്നും നടക്കില്ലല്ലോ. അറിയാം. പക്ഷെ ഒരു 10 ലക്ഷം, 1 കോടി അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതും കയ്യിൽ എഴുതി വെച്ചിരുന്നാൽ കിട്ടും എന്നല്ല. ഒരു ചെറിയ കാര്യം നമുക്ക് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹം എഴുതിയാൽ പെട്ടെന്ന് നടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും ഇതൊന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ സംഭവം എന്തായാലും വർക്കും ആയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. 12, 12 എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ എഴുതിയതിനു ശേഷം. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നതല്ല. നമുക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരുത്താതെ നമ്മുടെ മനസ്സിനൊരു സമാധാനവും പോസിറ്റിവിറ്റി കിട്ടുന്ന എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏഞ്ചൽ നമ്പേഴ്സ് ഇതിന്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാം. ന്യൂമറോളജി വിശ്വസിക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ കൂടുതൽ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഇത് എഴുതിയത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വേറെ അർത്ഥങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് 12, 12 എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത് നടക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് ഇത് കയ്യിൽ എഴുതുമ്പോൾ അങ്ങനെ ചിലപ്പോൾ നടക്കുന്നതായിരിക്കാം. ചിലപ്പോൾ കോയിൻസിഡൻസ് ആവാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ട്രിക്ക് തന്നെയാണ്. കാരണം ഇപ്പം അടുത്തടിയായിട്ട് ഒരുപാട് പേര് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെയുള്ള രീതിയിൽ അല്ലെങ്കിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് വിശ്വസിക്കുക. നടക്കും എന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൈവിരലിൽ എഴുതുമ്പോൾ. പിന്നെ ഇതിൽ കൂടുതലും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക.